ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രഞ്ചിയും ടേസ്റ്റിയുമായിട്ടുള്ള എഗ് ലോലിപോപ്പാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് 3 ബോയിൽഡ് എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോടൊന്ന് പൊളിച്ച് മാറ്റാം. മുട്ടയുടെ തോടെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഓരോ മുട്ടയും എടുത്ത് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്യാം. മുട്ടയെല്ലാം ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം സൈസിലുള്ള ഒരു സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. കയ്യിൽ വെള്ളമോ എണ്ണയോ തടവിയതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. 3 മുട്ട കൊണ്ട് ഏകദേശം 10 ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെല്ലാം ഇതുപോലൊന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 കഷ്ണം ബ്രെഡ് എടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ബോൾസും എടുത്ത് മുട്ടയുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതിനി ഈ ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇത് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോയിരിക്കാൻ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതെല്ലാം ഇതുപോലൊന്ന് ചെയ്തെടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്കിതുപോലെ ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഒന്ന് മൂത്ത് വന്നാൽ തിരിച്ച് മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ടൂപ്പിക്ക് എടുത്ത് ഇതുപോലെ നടുക്കൊന്ന് കുത്തി കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ക്രഞ്ചിയും ടേസ്റ്റിയുമായിട്ടുള്ള എഗ് ലോലിപോപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.